വൈദികൻ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് തോടിലേക്ക് മറിഞ്ഞു. കീരമ്പാറ പഞ്ചായത്തിലെ പാലമറ്റം ചാരുപാറ റോഡിൽ ചീയക്കോട് ഭാഗത്താണ് അപകടമുണ്ടായത്. കാർ ഓടിച്ചിരുന്ന വൈദികൻ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. റോഡിലൂടെ അലഞ്ഞുതിരിഞ്ഞ പശുവിനെ ഇടിക്കാതിരിക്കാനാണ് വാഹനം വശത്തേക്ക് തിരിച്ചപ്പോൾ അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. രാവിലെ 10:30-യോടെയാണ് അപകടമുണ്ടായത്. അടിമാലി 14 മൈൽ യാക്കോബായ പള്ളി വികാരി ഫാദർ റോയ് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കീരമ്പാറ പഞ്ചായത്തിലെ പാലമറ്റം ചാരുപാറ റോഡിൽ ചീയക്കോട് ഭാഗത്തായിരുന്നു അപകടം. പുന്നേക്കാടിന് വരികയായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് അപകടമുണ്ടാവുകയായിരുന്നു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ ഇടിച്ചു തെറിപ്പിച്ച് ക്രാഷ് ബാരിയറായി സ്ഥാപിച്ചിട്ടുള്ള കരിങ്കൽ കുറ്റിയും മറിച്ചിട്ടാണ് വാഹനം തോട്ടിലേക്ക് മറിഞ്ഞത്. തോടിൻ്റെ വെള്ളമില്ലാത്ത ഭാഗത്തേക്കാണ് വാഹനം വീണത്. വാഹനം ഓടിച്ചിരുന്ന വൈദികന് കാര്യമായ പരിക്കുകളില്ല. 2 ദിവസം മുൻപ് വരെ നിറഞ്ഞു കവിഞ്ഞിരുന്ന തോടാണിത്. പൂതത്താൻകെട്ട് ഡാമിൻ്റെ ജലസംഭരണിയുടെ ഭാഗമാണ് തോട്. ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്ന് നിറഞ്ഞു കിടന്നിരുന്ന തോടിലെ വെള്ളം താഴുകയായിരുന്നു. വെള്ളം താഴ്ന്നു കിടന്നത് മൂലം വൻ ദുരന്തം ഒഴിവാകുകയും ചെയ്തു. അപകടത്തെക്കുറിച്ച് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ്. റോഡിലൂടെ അലക്ഷ്യമായി അഴിച്ചുവിട്ടിരിക്കുന്ന കന്നുകാലികൾ നിരന്തരം അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. റോഡിലൂടെ അലഞ്ഞു നടന്ന പശുവിനെ ഇടിക്കാതിരിക്കുന്നതിന് വൈദികൻ വാഹനം വശത്തേക്ക് വെട്ടിച്ചപ്പോഴാണ് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. 10 മണിയോടുകൂടി ഒരു അച്ഛൻ ഇതിലെ സഞ്ചരിച്ച് പോകുന്ന ഒരു വണ്ടി ഞങ്ങളുടെ കടയുടെ പടിക്ക് വെച്ച് എൻ്റെ വണ്ടി മകൻ ഇവിടെ കൊണ്ടുവച്ച വണ്ടി ഞങ്ങളെ കൊണ്ടുവിട്ട് ചേർന്ന വണ്ടിയാണ്. ആ വണ്ടിയിൽ ഇടിച്ച് താഴെ 1-2 പോസ്റ്റ് ഇടിച്ച് വണ്ടി താഴേക്ക് പോയി. ഈ ചാരുപാറയുള്ള നിവാസികൾ ഈ കന്നാലിനെ അഴിച്ചുവിട്ട് വളർത്തുവാണ്. യാതൊരു നിയന്ത്രണമില്ലാതെ രാവിലെ അഴിച്ചുവിടും. അവർ പിടിച്ചുകെട്ടൽ പോലുമില്ല. പലതവണ ബൈക്ക് ആക്സിഡൻറ്റ് ഒരുപാട് അപകടങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രദേശത്തുണ്ടാകുന്ന 4ാമത്തെ അപകടമാണിതെന്ന് വാർഡ് മെമ്പർ മനോജ് പറഞ്ഞു. ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ച് അപകടം കുറയ്ക്കണമെന്ന അഭ്യർത്ഥന പൊതുമരാമത്ത് വകുപ്പ് ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യമാണ് വണ്ടി ഇവിടെ പോകുന്നത്. അന്ന് മുതൽ PWD പറയുകയാണ് സംരക്ഷണ ഭിത്തി കെട്ടി ഈ ഇവിടുത്തെ അപകടം ഇല്ലാത്ത രീതിയിലാക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെയും അതിനുള്ള യാതൊരു നടപടിയും PWD ചെയ്തിട്ടില്ല. ടൂറിസം മേഖല ആയതുമൂലം ഒട്ടനവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. പലർക്കും സ്ഥലപരിചയമില്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് ഇടയാക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.